ഇവർ ഈ സിനിമയ്ക്ക് വേണ്ടി മനഃപൂർവ്വം ഒരാളെ കരിവാരത്തേക്കാനോ ഒരു കാര്യങ്ങൾക്ക് ഇവർ ശ്രമിച്ചിട്ടില്ല. അത് ഐ ആം ഡാം ഷുവർ. എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം 10-30 വർഷമായിട്ട് ഈ കയ്യടി കൊണ്ട് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. പുതിയ സംവിധായകർ സുന്ദർദാസ് തുടങ്ങിയിട്ട് ഇങ്ങനെ ഇറങ്ങി അങ്ങനെ ഒരുപാട് പേരുടെ സിനിമയിൽ അഭിനയിച്ചു. ജോണി ആന്റണി, ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്ത ആദ്യത്തെ സിനിമ ജോണിയുടെ ഞാൻ നിർമ്മിച്ചാണ്. അന്ന് ജോണി പുതിയ ആളാണ്. അങ്ങനെ ഒരുപാട് പേരുടെ സിനിമകൾ നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. ഇപ്പോൾ മലർവാടി ആർട്സ് ക്ലബ്ബ് ചെയ്യുമ്പോൾ വിനീതിൻ്റെ ആദ്യത്തെ സിനിമയാണ്. എന്ത് കണ്ടന്റ് നിങ്ങൾക്ക് സിനിമ ഇഷ്ടാവുണ്ടോ, അതിലെ പ്രമേയം ഇഷ്ടാവുണ്ടോ എന്നാണ് നോക്കുന്നത്. ഇന്ന താരം വരുന്നോണ്ട് ഈ സിനിമ ഇത്ര ദിവസം ഓടും അങ്ങനെയൊന്നും പണ്ടുണ്ടായിരുന്നു. അത് നമുക്കൊരു ഗ്യാരണ്ടി പോലെ ഉണ്ടായിരുന്നു. ഇന്ന ആർട്ടിസ്റ്റിന്റെ സിനിമ നമുക്കൊരു മിനിമം ഗ്യാരണ്ടി എന്ന്. ഇത് നമുക്ക് അങ്ങനെ പറയാൻ പറ്റൂല. ധ്യാൻ വന്ന് നിങ്ങളുടെ മുമ്പിലിരുന്ന് പറയുന്ന തമാശകള് ഇതൊക്കെ അതാണ്. എൻ്റെ വീട്ടിൽ എന്നെ എൻ്റെ അച്ഛനെയും പറയണോടാ എന്നൊക്കെ ചോദിച്ചിട്ട് ഞാനത് കണ്ടിട്ട് ഞാൻ ധ്യാനിനോട് ചോദിച്ചത്, ധ്യാൻ ഇത് എങ്ങനെയാണ് നീ പെർഫോം ചെയ്തത്? കാരണം ഒരു ചിരി പോലും ഇല്ലാണ്ട് ഭയങ്കര ഇതിൽ നിൽക്കുകയാണ്. അപ്പൊ ധ്യാൻ എൻ്റെ അടുത്ത് പറഞ്ഞാൽ, ചേട്ടാ അത് വർഷം ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു, അതോടെ അത് കഴിഞ്ഞിട്ട് ഞങ്ങള് അങ്ങനെ വലിയ സംസാരമൊന്നും ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ട് എനിക്ക് ആത്മാർത്ഥമായിട്ട് അഭിനയിക്കാൻ പറ്റി. ദിലീപേട്ട ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഈ പറഞ്ഞ പോലെ പ്രേക്ഷകർ നൽകുന്ന കയ്യടി ആയിരിക്കും, അല്ലെങ്കിൽ അവർ തന്നെ ഒരു മൊമെന്റ് ആയിരിക്കും ഏറ്റവും വലിയൊരു റെക്കഗ്നൈസ്. അപ്പം ഇത്രയും സ്ട്രഗിളിങ് കഴിഞ്ഞ് ഞാൻ അന്ന് തിയേറ്ററിൽ വെച്ച് കവിതയെ വന്നപ്പോൾ കണ്ടായിരുന്നു. ആ സ്റ്റേജിൽ കയറിയപ്പോൾ ദിലീപേട്ടനെ കണ്ണു നിറങ്ങിയൊരു നിമിഷം ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ഒരു കലാകാരന് കിട്ടിയ ഒരു അംഗീകാരം ഭയങ്കര ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് ഫീൽ ചെയ്തു. വീഡിയോ കാണുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ഒരു പ്രേക്ഷകൻ അത്രയും ഒരു ഫൈറ്റിംഗ് ഒക്കെ കിട്ടുന്ന ഒരു ആരവം ഉണ്ടല്ലോ, ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഒരു അംഗീകാരമാണത്. ആ മൂമെന്റ് എങ്ങനെയാണ് ഫീൽ ചെയ്തത്? അല്ല, ഒരു കലാകാരൻ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ പ്രേക്ഷകനെ സംബന്ധിച്ച് അവർ അടിക്കുന്ന 2 കൈ കൂട്ടിയടിക്കുന്ന ഒരു ശബ്ദം ഉണ്ടല്ലോ, അത് ഞങ്ങൾക്കുള്ള എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിസ്സാരമല്ല. അവരുടെ ആ സ്നേഹം എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഏകദേശം 10-30 വർഷമായിട്ട് ഈ കയ്യടി കൊണ്ട് മാത്രമാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഏത് സമയത്തും എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ നിൽക്കുന്ന പ്രേക്ഷകർ. കാരണം അവരില്ലെങ്കിൽ പിന്നെ നമുക്കൊന്നുമില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ്. നമ്മൾ ആരുടെ മുമ്പിൽ ആടി തിമിർക്കാനാണ്. പിന്നെ ഈ പറയുന്ന ഒരു വലിയ പ്രോഡക്റ്റ് ഉണ്ടാവുന്നത് ഒരുപാട് പേരുടെ കൂട്ടായ്മയാണ്. എൻ്റെ കൂടെയുള്ള ആർട്ടിസ്റ്റുകൾ, അതുപോലെ എൻ്റെ ഡയറക്ടർ. ഇപ്പോൾ ഈ ഡയറക്ടറെ സംബന്ധിച്ച് ഒരു ധനഞ്ജയ് ഒരു ആദ്യമായിട്ടൊരു സിനിമ ചെയ്ത പോലെയല്ല. ഒരു പുതിയ ഒരാൾക്ക് ശരിക്കും പറഞ്ഞാൽ ഇത്രയും ആർട്ടിസ്റ്റുകളെ കിട്ടുമ്പോൾ തന്നെ പതറിപ്പോവും. പക്ഷേ അതിന് ഈ കഥ എന്നിലേക്ക് എത്തിച്ചത് വിനീത് ശ്രീനിവാസനാണ്. വിനീതാണ് എന്നെ വിളിച്ച് പറഞ്ഞത്, ദിലീപേട്ട ഒരു കഥയുണ്ടെന്ന് കേട്ടു നോക്കൂ. കഥ എന്ന് പറയാൻ പറ്റില്ല, ഒരു സംഭവങ്ങളാണ്, അതൊന്ന് കേട്ടു നോക്കൂ, എന്നിട്ട് നമുക്കതെങ്ങനെയാണെന്ന് ആലോചിക്കാം. നമുക്കൊരു ഭ്രാന്തം പരിപാടിയാണ് എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു കേൾക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ ഇങ്ങനൊരു അവസ്ഥ ഉണ്ടാക്കിയത്. സിനിമ ഈ കഥ കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞത് ഇത് തന്നെയാണ്, നമ്മളിതൊരു ഭ്രാന്തൻ പോക്കാണ്, ഇതിൻ്റെ ഫെയ്റ്റും നമുക്ക് അറിഞ്ഞുകൂടാ എന്നുള്ള രീതിയിലാണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് അതിൽ ധനഞ്ജയുടെ ഇത് തന്നെയായിരുന്നു. ഞാൻ ഇൻ്റർവൽ സീക്വൻസിൽ പാട്ടിടണ വിഷയം, മിസ്റ്റർ ബട്ട്ലറുടെ പാട്ടിടുമ്പോൾ അപ്പം ഞാൻ ധനഞ്ജയ് ഇത് നമ്മൾ ഏത് റിയാലിറ്റി ഷോയ്ക്ക് ചെല്ലുമ്പോഴും ഈ പാട്ട് ഇടുന്നുണ്ട്. അപ്പം അത് ജനങ്ങൾക്ക് എത്രത്തോളം സിനിമയിൽ വരുമ്പോൾ നമുക്കറിയില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞില്ല ഏട്ടാ അത് കറക്റ്റ് ആവും. അങ്ങനെ നമ്മൾ 2 പാട്ടും കൂടി എല്ലാവർക്കും ഇഷ്ടമുള്ള 2 പാട്ട്. കാരണം ആ പാട്ട് എപ്പോൾ വേണമെങ്കിലും മാറ്റാവുന്ന ഒരു ഐറ്റം വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിങ്ങനെ ഞെക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് പാട്ട് മാറ്റി കഴിച്ചേ. പക്ഷെ അതൊക്കെ ഗംഭീരമായിട്ട് തിയേറ്ററിൽ വർക്കൗട്ടായി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതിങ്ങനെ ഒരു സിനിമ, ഈ സിനിമയിൽ മാത്രമേ ഇമ്മാതിരി പരിപാടികൾ ചെയ്യാൻ പറ്റുള്ളൂ. ഇനിയിപ്പോൾ ധനഞ്ജയ്ക്കാണ് ഏറ്റവും ടെൻഷൻ. ധനഞ്ജയിൻ്റെ അടുത്ത സിനിമ എന്തായിരിക്കും എന്നുള്ളതാണ്. ഈ സിനിമ ഇപ്പൊ നമ്മൾ ലാലേട്ടനെ ഏറ്റവും കൂടുതൽ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചു, അങ്ങനെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വേറെ കുറച്ച് സിനിമയിലെ ചിന്തകളൊക്കെ ചിലപ്പോൾ അതിൽ വന്നിട്ടുണ്ടാവും. അതുപോലെ എല്ലാ ആർട്ടിസ്റ്റുകളുടെയും ഓരോ സെക്കൻഡിലും പുതിയ പുതിയ കാര്യങ്ങൾ നടക്കുന്നു. ഈ സിനിമയ്ക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു, മനസ്സിലായില്ലേ? അപ്പൊ അതൊക്കെ ഗംഭീരമായിട്ട് വർക്കൗട്ടായി. ഈ സിനിമയിൽ ഒരു നായികയില്ല, പക്ഷെ എനിക്ക് ലാസ്റ്റ് ഒരു നായിക തരാന്ന് പറഞ്ഞു, അതൊന്നും തന്നില്ല. പിന്നെ അപ്പൊ ടൈലറിന്റെ വേറെ തരത്തില്ലേ.